ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സമയം എത്രയായി നമുക്ക് നോക്കാം. 9:08. അപ്പം നമ്മൾ ചോറായി, ചായയും കണ്ണൊക്കെ ആയി, ചപ്പാത്തി മുട്ട റോസ്റ്റും എളുപ്പം കഴിഞ്ഞല്ലോ. നമ്മൾ ഇന്ന് ചപ്പാത്തി ഒന്നും കഴിച്ചില്ല കേട്ടോ. നമ്മൾ ഡയറ്റിങ്ങില്ല. ഒന്ന് മെലിയണമെന്ന്. ഓണാകുമ്പോഴത്തേനും നമുക്ക് സെറ്റ് സാരിയൊക്കെ എടുത്തൊന്ന്. നമ്മളവിടെ റെസിഡൻസിൻ്റെ ആൾക്കാർ വന്നിട്ട് നമുക്ക് ഓണ സെലിബ്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നോട്ടീസൊക്കെ തന്നിട്ടുണ്ട്. ഓണത്തിന് പല പരിപാടികളുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. എൻ്റെ മോനൊന്ന് പേരെടുത്തൂടെ, ചെക്കൻ പാടൂല നീ. അപ്പോൾ പിന്നെ സദ്യ ഉണ്ട്, ഓണപ്പൂക്കളുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെന്തായാലും പോകുന്നതായിരിക്കും, നമ്മൾ വീഡിയോ കവർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഓണ സെലിബ്രേഷൻ എന്തായാലും യൂട്യൂബിലുണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് പോയി എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് ചാരിയിരിക്കട്ടെ, എന്നാലും എന്നെ കാണുള്ളൂ. ഞാനിങ്ങനെ എഴുതി വെക്കണം. നമുക്ക് ഈ ആർത്തിരുന്ന് കഥ പറയുമ്പോഴേ എൻ്റെ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരും. അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ കുറയുന്ന പോലെ. ഞാൻ കണ്ണാടിയൊക്കെ ഇട്ടിച്ച് എന്താ പറയുക, ഇനി ഒരു പേജ് മിസ്സാക്കാല്ലേ. മറ്റേതൊക്കെ ഞാനിങ്ങനെ മെമ്മറിയിൽ നിന്ന് എടുത്തുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞിട്ടതാണ്. അപ്പോൾ ഇനിയുള്ള പേജുകളൊന്നും മിസ്സാക്കാനില്ല. പിന്നെ അതുമല്ല, പിന്നെ ആദ്യമൊക്കെ ഞാൻ ലാവിഷായിട്ട് ഇങ്ങനെ ഇച്ചിരി ആയിട്ടാണ് എഴുതിയത്. ഇതിപ്പോൾ കുനുകുനായിട്ട് അടിക്കടിക്കായി ചെയ്ത് ഇതിൽ കൊള്ളാണ്ടായപ്പോൾ തന്നെ അങ്ങനെ അങ്ങോട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. എഴുതി വെച്ചതാ, ലാസ്റ്റിലേക്കൊന്നും പേജ് തയ്യാണ്ട് കൊള്ളിച്ച് അങ്ങനെ. അപ്പോൾ നമ്മൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, ഫുഡെല്ലാം കഴിച്ച് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും പോയിണ്ടാവില്ലേ. വീട്ടമ്മമാരൊക്കെ ജോലി കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണോ, അല്ലെങ്കിൽ ജഗപുകയിലായിരിക്കും, പണിയുടെ തിരക്കായിരിക്കും. ഒക്കെ കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒന്ന് നോക്കണേ. നോക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഞാൻ പറയണേ, എല്ലാവരും വീഡിയോ നോക്കുന്നുണ്ട്. പക്ഷെ നോക്കുമ്പോൾ ഒരു ലൈക്ക് ഇട്ടിട്ട് പോണേ. ലൈക്കിലൊന്നും എനിക്കൊന്നും കിട്ടൂലാണ്, പക്ഷേ എനിക്കതൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു സന്തോഷമാണെന്ന്. നിങ്ങളെല്ലാവരും ലൈക്ക് ഇട്ടല്ലോ, കമൻ്റ് ഇട്ടല്ലോ. കമൻ്റൊക്കെ ഇട്ടാൽ എന്ത് സന്തോഷം ഉണ്ടാവുമെന്ന് അറിയാം. ഏതൊക്കെയോ അറിയാത്തവരൊക്കെ ഇടും കമൻ്റ്, അത്ര തന്നെ. നമ്മളറിയണവരൊന്നും തിരിയിടില്ല, കണ്ടിട്ട് പോകും. എന്തൊരു കഷ്ടമല്ലേ. ആർക്കും ഒരു ദ്രോഹവും ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് പോയിട്ട് ലൈക്ക് ഒരു കമൻ്റ് ഇട്ടൂടെ, ഇടണം. കമൻ്റ് ഇട്ടില്ലെങ്കിലും വേണ്ടിയില്ല. അപ്പം നമ്മൾ ഇന്നലെ അവൾ കത്ത് വായിച്ചിട്ട് അത് കുനുകുനാ കീറി കൈമൽ വെച്ച്, എന്നിട്ട് അവൾ മെല്ലെ എഴുന്നേറ്റ് വന്നിട്ട്, ചെറിയമ്മ കഞ്ഞി വെക്കാൻ അടുപ്പത്ത് വെച്ചില്ലേ, അടുപ്പിലാണ് വെക്കണത്, ആ അടുപ്പിലേക്ക് അങ്ങോട്ട് ചുമിട്ടെടുത്ത്. അപ്പോൾ അതങ്ങ് പാളിക്കത്തി. എന്നിട്ട് പിന്നെ അവൾ അവിടെ പോയിരുന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ ഒന്നേറൊക്കെ ഉണ്ടായാൽ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. അതുപോലെ ഓരോരുത്തരും അവളെ വയ്യ നടക്കലും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കുട്ടികളെ കൂടെ അന്നേ ചെക്കന്മാർ നടക്കും, ഭംഗിയൊന്നും വേണ്ടാന്ന്, എല്ലാവരും കൂടിയും നടക്കും. അപ്പോൾ പിന്നെ നമ്മൾ അവൾ പിന്നെ അടുപ്പിലിട്ട് അതങ്ങോട്ട് പാളിക്കത്തി. അങ്ങനെ വീണ്ടും അവൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തിനാണ് ഇപ്പോൾ കണ്ണും നിറച്ച് പോയത്. അതാണ് പോക്ക് ഫീലായത്. അത് നന്നായേ, ബോധം കെട്ടതും അവൻ വന്നതും കണ്ണും നിറച്ച് പോയതും. അതുകൊണ്ട് കുറച്ച് ഗുണം അവനുണ്ടായി. അങ്ങനെ അവൾ പിന്നെ സിറ്റ് ഔട്ടിൽ ജിഷൻ്റെ അടുത്ത് വന്നിരുന്ന് അവളെ എഴുത്തും കുത്തൊക്കെ കഴിഞ്ഞ്, എന്തോ അറിയാതെ ചെറിയമ്മ പറയും, വരി ഇനി എല്ലാവർക്കും ഭക്ഷണം രാത്രിത്തെ ഫുഡ് കഴിക്കുക വരി എന്ന് പറഞ്ഞ്. അപ്പോൾ ജിഷ എല്ലാം ബുക്കൊക്കെ അടുക്കി പിടിച്ചിങ്ങനെ എല്ലാവരും നടക്കുമ്പോൾ അറിയാതെ അവളെ കണ്ണൊന്ന് ആ ലൈനിലേക്ക്, എന്താ 7:30-8 മണിയാകുമ്പോൾ ഓൻ്റെ ഷോപ്പിൽ നിന്ന് വരും. അപ്പം പിന്നെ ഓൻ വന്നാലും ഓൻ്റെ വൈകുന്നേരത്തെ പണി കഴിഞ്ഞാലും ഓൻ വെറുതെ ഇരിക്കല്ലേ. അപ്പം അമ്മേൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. ഈ 3 ആഴ്ചയിലും ഒരു 3 ദിവസമേ അവളെ കണ്ടിട്ടുള്ളൂ. പിന്നെ അവൾ പ്രത്യക്ഷപ്പെട്ടില്ല. അവൾ പല്ല് തേക്കാൻ പഠിപ്പുരയിൽ പോയില്ല, അവനെ കാണാനേ നിന്നില്ല, അവൾക്ക് ഇഷ്ടമില്ല അത്ര തന്നെ. അപ്പോൾ പിന്നെ എന്നും സന്ധ്യയ്ക്ക് വരുന്ന സമയമാകുമ്പത്തിന് ഒരു 7-7:30 ആകുമ്പോൾ വരുമ്പോൾ പിന്നെ അവളവിടെ പ്രത്യക്ഷപ്പെടാറില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൾ സംസാരങ്ങളൊക്കെ കേൾക്കും, പക്ഷെ അവൾക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അവൻ്റെ സംസാരം കേൾക്കണം എന്നുള്ള വലിയ ഇതൊന്നുമില്ല. അവളെന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടോ ഒക്കെ ഇങ്ങനെ കിടക്കായിരിക്കും ചെയ്യുക.
അവൻ പോയി കഴിഞ്ഞാൽ അവൾ സിറ്റ് ഔട്ടിലേക്ക് വരാറുള്ളൂ. അപ്പോൾ അവൾ വിചാരിക്കും ഇന്ന് 7:30 വരുമായിരിക്കും. പക്ഷെ വന്നില്ല. നമ്മളെ കഥാനായകൻ വന്നില്ല, കണ്ണ് നിറച്ച് പോയതല്ലേ. അങ്ങനെ അറിയാതെ അവൾ അകത്തേക്ക് പോകുമ്പോൾ അവളെ കണ്ണ് ആ ലൈനിലേക്കൊന്ന് പാറി വീണു. ഷോർട്ട് ബ്രേക്കൊന്നും പറയണില്ല, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കിടന്ന്. അപ്പോൾ കിടക്കുമ്പോൾ ആ ചെറിയമ്മ പറഞ്ഞ് ഇനിയിപ്പോൾ നാളെ അമ്പലത്തിൽ തിരുവള്ളൂർ കോവിലമ്പലം എന്നാണൊക്കെ എഴുതിയത്. ഏത് അമ്പലമാണെന്ന് അറിയാം, അങ്ങനത്തെ ഒരു അമ്പലം ഉണ്ടോയെന്നാവോ. അമ്പലത്തിൽ ഉത്സവത്തോട് സംബന്ധിച്ചിട്ടുള്ള കലാപരിപാടികളാണ്. അപ്പോൾ ഈ ഹരി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന കാലം തൊട്ടിട്ട് അവൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ പോയി നല്ലോണം പാടും. അവൻ നല്ലോണം പാടണം, എല്ലാവർക്കും ഇഷ്ടം അവൻ്റെ പാട്ട്. ഇപ്പോഴല്ലേ പാട്ടുകൾ പരന്നത്, അന്നൊക്കെ കുറച്ച് ദുർലഭം അറ്റും തെറ്റും മക്കളൊക്കെ ഉണ്ടാവുള്ളൂ പാടാൻ. ഇന്ന് ഇപ്പോൾ ഗായകന്മാർ ഇത്രയല്ലേ. ഞാൻ വിശേഷം പറയണില്ല, വീഡിയോ ഒന്നുണ്ടോ. അങ്ങനെ അത് പറയും ചെയ്യും, പിന്നെയും പറയും. അങ്ങനെ ചെറിയ പറയും ഇതല്ലേ പരിപാടി. അപ്പോൾ ജിഷയ്ക്ക് അത് പറയണമെന്നുണ്ട്. എന്താ അപ്പോൾ പരിപാടി ചേച്ചി വരില്ലേ എന്നുള്ളൊക്കെ ഒരു ഇതുണ്ട്. പിന്നെ ഇന്നിങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവൾക്ക് പ്രതീക്ഷയെ നശിച്ചു. ഒക്കെ ഇനി നാടകവും കാണാൻ കഴിയില്ല, വടചേട്ടൻ്റെ നാടകവും കാണാൻ കഴിയില്ല, ഒന്നും കാണാൻ കഴിയില്ല. എന്നാലും എൻ്റെ ചേച്ചിക്കൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നത്. കണ്ണട ഭംഗിക്ക് വെച്ചല്ല, നമുക്ക് ഇത് നോക്കാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് വെക്കണ്ട, ഇരുന്നല്ല ഇങ്ങനെ താത്തിയാൽ മതിയല്ല. അങ്ങനെ ഇവള് പറയും, അല്ല ചെറിയ പറയും നാളെയല്ലേ ഇനി അമ്പലത്തിലൊക്കെ പരിപാടിയല്ലേ. എല്ലാവർക്കും സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഓരോ പരിപാടി ഉണ്ടാകുമ്പോൾ പോകും. എല്ലാവരും അമ്പലത്തിലും എപ്പോഴും പോകും. ചെറിയമ്മ എല്ലാ ശനിയാഴ്ചയും അമ്പലത്തിൽ പോകുമ്പോൾ ഉണ്ണിയേട്ട പോണായിരുന്നു. ഞാൻ ഈ ശനിയാഴ്ച അതിൽ അമ്പലത്തിലെഴുതി, എനിക്ക് അറിയും കൂടിയില്ലല്ലോ. ഉണ്ണിയേട്ടൻ ശനിയാഴ്ച ഉണ്ണിയേട്ടൻ ഞാൻ വന്ന കാലത്തൊന്നും അമ്പലത്തിൽ പോവില്ല. ഉണ്ണിയേട്ടൻ്റെ ശനിദോഷം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശനിയാഴ്ച എടുത്തിട്ട് അമ്പലത്തിൽ പോണതാട്ടോ. ഞാൻ ചിരിച്ചെന്താ പറയുക, എൻ്റെ മോത് കേൾക്കുന്നുണ്ട്, ദേഷ്യം പിടിക്കോ, നിങ്ങൾ വിശേഷം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, മറന്നും പോകും എനിക്ക്. ചെറിയ പറയാം നാളെ ഇനിയിപ്പോൾ പരിപാടിക്കല്ലേ, നമുക്ക് പോകണ്ടേ. അരീൻ്റെ ഒക്കെ പാട്ടുണ്ട് എന്നൊക്കെ പറയും. മോളെ നമുക്ക് പോകണട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാനില്ലേ ചെറുപ്പം നിങ്ങൾ പോയി പറയുന്നവരെ അത് കേട്ടോ പറഞ്ഞു. എന്താ മോളെ അങ്ങനെ പറയണത്, നമുക്ക് വെറുതെ ഇരിക്കല്ലേ, നമുക്ക് പോവാലോ, അരിയൊക്കെ നന്നായിട്ട് പാടും. അല്ല ചെറിയമ്മ പോയിക്കും ഞാൻ. അപ്പം ജിഷി എന്നോ പറയുന്നുണ്ട് മോളെ നമുക്ക് പോകണമെന്ന്. അപ്പോൾ പിന്നെ അവളെ പറഞ്ഞയക്കാണ്ട് എങ്ങനെയാണ്, ഞാൻ അരീൻ്റെ പാട്ടൊക്കെ ഉള്ളതിനെ കൊണ്ട് പോവാൻ വിചാരിച്ചിട്ടാണ്. അവൻ എന്നോ പറയണമാണ്, എന്നും പറയും വരണമെന്ന്. എന്നാൽ ശരി പോകണ്ടെന്നറിയും. ഞാൻ പോകുന്നില്ല, മോള് പോകുന്നില്ല, ഞാൻ പോകില്ല, അവൾ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ കൂടെ പോയിക്കോട്ടെ. അപ്പോൾ മനുഷ്യനൊരു സങ്കടം തോന്നി. ചെറിയമ്മയ്ക്ക് ഇഷ്ടമുണ്ടാവും. ചെറിയമ്മയ്ക്ക് ഇഷ്ടമാണോ, അത്രയ്ക്ക് ഇഷ്ടമുണ്ടോ? അതല്ല, ഞാൻ മോൻ്റെ പാട്ടുള്ളതിനെ കൊണ്ട് പോവാച്ചിട്ടാ മോളെ. പിന്നെ ചെറിയ കുട്ടികളുടെ ഡാൻസൊക്കെ അല്ലേ, ഈ കഥയും ഡാൻസും പാട്ടൊക്കെ അമ്മയ്ക്ക് ഇഷ്ടാട്ടോ. നമ്മളെ പേജ് മറിഞ്ഞ് പോകണം. പിന്നെ ഞാൻ ഇതാക്കി നോക്കുക, പുസ്തകം അവിടെ വെച്ചിട്ട് ഇതാ. അപ്പോൾ പിന്നെ പിള്ളേർ ചെറിയമ്മക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നമുക്ക് പോകാൻ. ഞാൻ വരാണ്ട് എന്നിട്ട് ചെറിയമ്മ പോകാണ്ടൊക്കെ ഉണ്ട്, നമുക്ക് പോവാം. ആണോ നമ്മൾ വരിക, ഞാൻ വരണ്ടെന്ന് പറയുമ്പോഴേക്കും പിന്നെ ജിഷയ്ക്ക് സന്തോഷം. എന്തായാലും ഓളെ കാര്യം ഹാപ്പി, ചേച്ചി വരാറിന് പോവാം. ഓക്കെ. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്ത് എല്ലാവരും വീടുകളിൽ തിരക്കിട്ട പണികളിലൊക്കെയാണ്. എന്താ അമ്പലത്തിൽ പോകണം, പിന്നെ അമ്പലത്തിൽ പരിപാടി ഉണ്ട് വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്യുക പരിപാടി. അങ്ങനെ കണ്ട പരിപാടിയിലൊക്കെയാണ്. അയ്യോ അവിടെ പേജ്. അങ്ങനെയുള്ള ഓരോ പരിപാടിയിലൊക്കെയാണ്. ചോറൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരമായപ്പോഴത്തേന് എല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നത്. ജിഷ നല്ല ഭംഗിയിൽ സുന്ദരിയും മീറ്റിംഗ് ടോപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയിലിറങ്ങും. മഞ്ജു എന്ത് ചെയ്യും, ഒരു ആകർഷണമില്ലാത്തൊരു ചുരിദാറിട്ട് പിന്നെ മുടി ഒറ്റ ഭാഗം പിന്നിട്ട് തോർത്തുണ്ട് കൊണ്ട് മുഖം ഒന്ന് അമർത്തി തുടച്ച് എണ്ണമയം വെക്കി. അപ്പോഴേക്കും അവളെ മുഖമൊക്കെ ഇങ്ങനെ ചുമന്ന് തുടച്ചവത്തിന്. അങ്ങനെ ഒരു ചെറിയ നേരിയ ഷാൾ കൊടുത്തിട്ട് അങ്ങനെ അവർ പോകും. അവർ പോയാൽ അമ്പലത്തിൽ പോയൊക്കെ തൊഴുത് പിന്നെയാണ് അവർ അവിടേക്ക് ആ പറമ്പിലേക്ക് പോയത്. അപ്പോൾ അവിടെ ഭയങ്കര കുട്ടികളെ അമ്മമാരൊക്കെ വന്ന് തിക്കും തിരക്കുക. അവിടെ ഡാൻസൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇവർക്ക് ഇരിക്കാനൊന്നും സ്ഥലം കിട്ടില്ല. അപ്പോൾ ഇവർ ഒരു മീനാക്ഷിയമ്മയ്ക്ക് ഒരു സീറ്റ് ഇട്ടു.
ഒരു കസേര കേട്ടോ അവിടെ ഇരുത്തിയിട്ട് ഇവർ പോയിട്ട് ഒരു ആ പറമ്പിലൊരു തെങ്ങുണ്ടായി ചാരി ഇങ്ങനെ മെഞ്ച് നിൽക്കും. പിന്നെ ജിഷ മനോജറിനെ കണ്ടാൽ വേണ്ടിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അവൻ കാണും, മനോജ് കാണും. അപ്പോൾ ഒരിടത്തേക്ക് വരും. ഒരിടത്തേക്ക് വന്നിട്ട് പറയും, പിന്നെ നിങ്ങൾ നേരത്തെ വന്നോ, സ്ഥലം കിട്ടിയില്ല? ഞങ്ങൾ ഇവിടെ നിന്നുള്ള പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ പറയും, അല്ലടി പിന്നെ ഹരിയേട്ടൻ എവിടെ പോയി? ഹരിയേട്ടൻ ഇന്ന് ഇവിടേക്ക് വന്നതേ ഇല്ല. എല്ലാതും എൻ്റെ തലയിലും ജമാലിൻ്റെ തലയിലും ഒക്കെ ആയിപ്പോയി. മൂപ്പർക്കൊന്നും വരായിരുന്നില്ല, ഇതുവരെ വന്നില്ല. ആ മനുഷ്യന് കളിപ്പിക്കാൻ കണ്ട ദിവസമാണ് ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞതാണ്. ഇങ്ങോട്ടേക്ക് വന്നതേ ഇല്ല എന്ന് പറയും. അപ്പോൾ അറിയാം, ഞങ്ങൾ കണ്ടില്ലല്ലോ, കണ്ടിട്ടേ ഇല്ല അറിയാം. ആണോ? എന്തായാലും വരില്ല. ഇപ്പോൾ മൂപ്പര് പോയി നോക്കട്ടെ. പോയിട്ട് ഇവിടെ എന്തായാലും ഇവിടെ ഗാനമേള സമയത്തിന് മൂപ്പര് വേണം, അല്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമാവും. നാട്ടുകാരൊക്കെ അവൻ പാടാഞ്ഞാലൊക്കെ എന്തെങ്കിലും പറയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറയാം, ശരി ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ മൂപ്പരെയും തേടി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയാം, എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ അവൻ പോവും. അങ്ങനെ പിന്നെ അപ്പോൾ അവളെ മനസ്സിൽ ഇതെന്തിപ്പോൾ ഇവിടെ വരാതിരുന്നേന്നൊരു തോന്നല അങ്ങ് തോന്നി. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നലെ കണ്ണിലൊക്കെ ചോരക്കട്ടിയിട്ട് പോയതല്ലേ, എന്ത് പറ്റി? ആള് നാട് വിട്ടോ, എന്താ വിഷമങ്ങളുണ്ടായോ എന്നൊക്കെ ഒരു ഇത്, ഓളാലെന്തെങ്കിലും വിഷമങ്ങളുണ്ടായോ എന്നുള്ളതൊക്കെ ഒരു വേവലാതിയായി ഒക്കെ. അങ്ങനെ രംഗപൂജ്യവും രണ്ട് കുട്ടികളെ രംഗപൂജ്യവും അങ്ങനെ ഡാൻസിൻ്റെ പർദീസ് അവിടെ നടന്ന്. ഇവളെ ഒന്നും കാണണ്ടോ ചോദിച്ചാൽ കാണുന്നുണ്ട്, വെറുതെ മനസ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. അവിടുന്ന് കുറേ കഴിഞ്ഞ് എല്ലാ പരിപാടിയും ഇങ്ങനെ കഴിയാനായപ്പോൾ പിന്നെ ഈ ഗാനമേളൻ്റെ സമയമാവാനാകുമ്പോഴത്തേന് ആളുകൾ ഇടിച്ച് കയറി തിക്കായി. അപ്പോൾ കുറേ സമയങ്ങൾ കഴിഞ്ഞിട്ടോ പരിപാടി ഇങ്ങനെ കഴിയാനായി. ഇനി പിന്നെ ഗാനമേള കഴിഞ്ഞാൽ നാടകം, അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ തിങ്ങി കുത്തി വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ മനോജ് വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഇതവിടെ നിൽക്കണ്ട, അങ്ങോട്ട് പോയി നിങ്ങൾക്ക് മുന്നിലേക്ക് വരിക, അവിടെ ഞാൻ സീറ്റ് അറേഞ്ച് ചെയ്ത് തരാം. ഇവിടെ ഇനിയിപ്പോൾ തിക്കും കുത്തായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവാന്ന് അറിയില്ല, ബാക്കിലൊക്കെ നിറച്ചാണുങ്ങളെ. അപ്പോൾ അവൻ്റെ പെണ്ണാണുങ്ങളെ ഇടയിൽ നിൽക്കണ്ട വിചാരിച്ചിട്ട് അവളെയും കുട്ടിയിട്ട് മഞ്ജുവിനെയും കുട്ടിയിട്ട് അങ്ങനെ പോവാം. അപ്പോൾ ഒരു ചെറിയമ്മൻ്റെ അടുത്ത് പറയും, ഞങ്ങൾ അവിടെ ഉണ്ടാവും, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അമ്മ ജിഷ വന്നിട്ട് പറഞ്ഞിട്ട് അങ്ങനെ അവർ മുന്നിലേക്ക് പോയി. പിന്നെ അവർ രണ്ട് കസേര അവിടെ നിന്ന് എടുത്തും കണ്ട് ഇട്ട് കൊടുക്കും. ഇവിടെ ഇരുന്നോളി ഇട്ടോ, എന്നാൽ ശരി ഞാൻ പോവാന്ന് പറഞ്ഞാൽ പറഞ്ഞ. പിന്നെ ജിഷ വയ്ക്കും, പിന്നെ മനസ്സിട്ട് ഹരിയേട്ടൻ്റെ അടുത്ത് പോയോ? ഞാൻ പോയി, ഒന്നും പറയണ്ട. ആ മനുഷ്യന് പനിച്ച് തുള്ളി കിടക്കുക, ഞാൻ പോയി നോക്കിയത് നന്നായി. പിടിച്ച് എനിക്ക് അതേനി പണി, പിടിച്ചടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ച് പനീൻ്റെ ഗുളിക എല്ലാം കൊടുത്തിട്ട് നേരെ ഇങ്ങോട്ടാണ് കൊണ്ടുവന്ന് ആ മൂലയ്ക്ക് കൊണ്ടേ ഇരുത്തിക്കണം. പാടാനൊന്നും കഴിയുമെന്ന് തോന്നില്ല, എന്നാലും ഒരു ഭംഗിക്ക് ആ സ്റ്റേജുമാ കയറ്റി നിർത്തുക ഉണ്ട് എന്നുള്ളതിൽ എല്ലാവരും പാടിക്കോട്ടെ, അവനൊരു നല്ലൊരു ഗായകനാണേ. അപ്പോൾ പാടിക്കോട്ടെ പറഞ്ഞു. ഓൻ പറയും, അവനങ്ങോട്ട് പോകും. അപ്പടി അവളെ മനസ്സിൽ, പനി പിടിച്ചോ മനുഷ്യന്, എന്തേക്കിപ്പോൾ പെട്ടെന്നൊരു പനി, അത് തോന്നിയിട്ടാ. അങ്ങനെ കഴിഞ്ഞ് ഗാനമേള തുടങ്ങി. ഒരു പെൺകുട്ടി ആദ്യം പാടി, പിന്നെ എല്ലാവരും പാടിയവരെന്നെ വീണ്ടും വീണ്ടും പാടാൻ തുടങ്ങി. അപ്പോഴേക്ക് ജനങ്ങളൊക്കെ കൂവി, എന്താ പാടിയവരെന്നെ പാടണത്, നെലിമ തരുമ്പ പാടിയവരെന്നെ പാടണത്, ഹരി എന്താ പാടാത്ത, അറിയണവരൊക്കെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാനൊക്കെ തുടങ്ങി, കുട്ടികളൊക്കെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഹരി സ്റ്റേജിലേക്ക് വന്ന്, സ്റ്റേജിൽ ഉണ്ടായിരുന്നു, ഇവർക്കൊന്നും കാണാൻ പറ്റില്ല, ഇനി ആ കറക്റ്റിൻ്റെ സൈഡിലേന്. ആ സ്റ്റേജിലേക്ക് വന്നപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഭയങ്കര ഒരു ആ തേജസ്സും പ്രസരിപ്പൊന്നുമില്ല, വാടിയ പോലെ ആ മനുഷ്യൻ. അപ്പോൾ പിന്നെ വന്നിട്ട് പറയാം, എനിക്ക് ചെറിയൊരു വയ്യായി ഉള്ളതിനെ കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഫസ്റ്റ് പാടിയിരുന്നു, പിന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓനൊരു പാട്ടങ്ങ് പാടും. അവളെ ഹൃദയത്തിൽ അമ്പ് തറച്ച പോലെയുള്ള പാട്ടാണ്. ആ പാട്ടൊക്കെ ഞാൻ ഇതിൽ എഴുതിക്കുന്നത്, അതൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോളൂ, ആ പാട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ ശരിയാവില്ല, അത് പാടണ്ടേ, പാടാനൊന്നും നമുക്കറിയില്ല. നമ്മളൊരു കവിത പോലെ അവിടെ എഴുതി വെച്ചതാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എഴുതിയിട്ടുണ്ട്, കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ പാടി തന്നെ. ഇതുപോലെ ലെറ്റർ വായിക്കുന്ന കാര്യമല്ലല്ലോ, അതൊരു കവിത പോലെ എഴുതി വെച്ചതാണ്. അതിൽ അവളെക്കുറിച്ച് കുറേ വർണ്ണിച്ചിട്ടൊക്കെ അവൻ പാടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പാട്ട് കഴിഞ്ഞ് പിന്നെ അവനെ അവിടെ നിന്നും കണ്ടില്ല. പിന്നെ ഈ നാടകത്തിന് ഇരിക്കണമല്ലോ, പിന്നെ അവൾക്ക് ആ പാട്ട് കേട്ടോടുകൂടി
അവളങ്ങോട്ട് വൈക്കിളിച്ച് വീണെന്ന് പറയണം. അത്ര വിഷമം പിടിച്ച പാട്ടും അവളെക്കുറിച്ചുള്ള പാട്ടാണെന്ന് മനസ്സിലായി. ഒരു പെണ്ണിനെ വർണ്ണിച്ചിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അവളെ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി. ഞാൻ ആ മനുഷ്യനെ വല്ലാതെ വേദനിപ്പിച്ചോ എന്നൊക്കെ ഉള്ള ചിന്തകൾ വന്ന്. സൗണ്ട് ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? നമുക്ക് സൗണ്ട് കൂട്ടാം. അങ്ങനെ മനോജിൻ്റെ നാടകം തുടങ്ങി. നാടകത്തിൽ അവൻ നന്നായിട്ട് ശോഭിച്ച് അടിപൊളിയായി. പിന്നെ ജിഷയ്ക്ക് വലിയ അഭിമാനം തോന്നി. ഇത്രയും നന്നായി അഭിനയിക്കുന്ന ഒരു ആളാണല്ലോ മനോജേട്ടൻ, നമ്മളേതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയില്ല, ഈ കഥ വലുതാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ പറയാം. അതിനെക്കുറിച്ച് ഒരു പേജ് കവിയാണ്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആൾ ഹാപ്പിയായി. നാടകം കഴിഞ്ഞ് ഇവർ വീട്ടിലെത്തി. പിന്നെ ഇവളെന്ത് ചെയ്യും, വേഗം ബാത്റൂമിൽ പോയി കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ഒക്കെ തുടച്ചിട്ട് ഇവൾ പറയും, ചെറുപ്പം എനിക്കൊന്നും വേണ്ട. എൻ്റെ മോളെ എന്തെങ്കിലും പട്ടിണി ഒന്നും കിടക്കാൻ പാടില്ല, രസം ഭക്ഷണം എന്തായാലും കഴിക്കണം എന്ന് പറയാം. അപ്പോൾ എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് വേണ്ട പറഞ്ഞുള്ള രസം വെള്ളം എടുത്ത് കുടിച്ച് ഇവൾ കിടന്നു. എല്ലാവരും അപ്പോൾ ഇവിടെ വരുമ്പോഴേ ചെറിയച്ഛൻ ചാരടിയിൽ ഇങ്ങനെ കിടക്കണ്ടാവും. അപ്പോൾ ചെറിയമ്മയ്ക്ക് എന്തേ നിങ്ങൾ വരാൻ, ഞങ്ങൾ പറഞ്ഞല്ല ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളണ്ടേന്ന്, എന്നിട്ട് എന്തേ വരാഞ്ഞതെന്ന് പറയാം. ആര് പറഞ്ഞു വന്നില്ല, ഞാൻ വന്നീനി, ഹരീൻ്റെ പാട്ട് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ ഹരീൻ്റെ കൂടെയാണ് ഞാനിങ്ങോട്ട് പോകുന്നതെന്ന് പറയും. അവ അപ്പം തന്നെ പോകുന്നു, അതിൻ്റെ കൂടെ പോകുന്നു. ഒക്കെ കണ്ടു വന്ന് കിടക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയമ്മ കുറച്ച് സംസാരിക്കണൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെന്ന്. അങ്ങനെ ഇവരെല്ലാവരും പാട്ടിനെ പറ്റിയിട്ടൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇവരാരൊന്നും മിണ്ടാണ്ട്, ഇവളൊന്നും മിണ്ടാണ്ട്. ജിഷ പിന്നെ കുറേ സന്തോഷത്തിലാണ്, നല്ല അടിപൊളിയായിട്ട് മൂപ്പര് കസർത്തല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. അങ്ങനെ ഇവർ മൂടി പുതച്ച് കിടക്കും. ജിഷയും മഞ്ചും കൂടി ഒപ്പരം മൂടി പുതച്ച് ഒരു കട്ടിൽ കിടന്നിട്ട് പിന്നെ ഇവൾക്ക് ഉറക്കേ കിട്ടില്ല. തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടന്ന് ഇവൾ വിചാരിക്കുകയാണ്, പിന്നെ ഇന്ന് വരെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊന്നും കൊണ്ടില്ല. ഇപ്പം ഇതെന്താണാവോ, പിന്നെ സ്നേഹത്തിൻ്റെ ഒരു നിറകൂടായിട്ടാണ് അവളെ മുന്നിലേക്ക് നിൽക്കുന്നത്. അതാണ് ആ പാട്ടിൻ്റെ വരികളിലൊക്കെ ഉള്ളത്. പിന്നെ അപ്പോൾ അവളെ മനസ്സിൽ ഇത്രയും കാലം കാണാത്തയും തോന്നാത്തയും മനസ്സിലൊരു നൊമ്പരായി മാറി നിൽക്കുക. പിന്നെ അതിഷ്ടമാണോ, വയ്യായികയാണോ, കണ്ണ് നിറച്ച് പോയതാണോ, അവളെ കുറിച്ച് പുകഴ്ത്തി പാടിയതാണോ, ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ. ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്തൊരു നൊമ്പരം നിറഞ്ഞൊരു അനുഭൂതി അവൾക്ക് വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നേരം വെളുത്ത് ഇവിടെ തന്നെ അവൾ നീച്ച് ബ്രഷ് എടുത്ത് കോൾഗേറ്റ് എടുത്തിട്ട് ഇവൾ നേരെ പടിപ്പരയിൽ വന്ന് ഇരിക്കും. ആൾ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാക്കിങ്ങിനും ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ പോയാൽ വരുമല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് ഒരു 1/4 മണിക്കൂറോളം പല്ലേച്ച് തുപ്പി അവിടെ ഇരുന്ന് ആരും കണ്ടില്ല. അങ്ങനെ അവൾ തിരിച്ച് വന്ന് കുളിച്ച് മാറ്റി ചായ കുടിച്ചു വെച്ചാൽ ചായ കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് അറിയാതെ അവളെ കണ്ണുകൾ ആ ലൈനിലേക്ക് പാറി വീണുകൊണ്ടേയിരുന്നു. അങ്ങനെ ചെറിയമ്മ എന്ത് ചെയ്യും, ജിഷ കോളേജിൽ പോകാൻ നേരത്ത് കുറച്ച് ഇഡ്ഡലിയും ഇച്ചിരി ചട്നിയൊക്കെ പറഞ്ഞിട്ട് പാത്രത്തിലാക്കിയിട്ട് മോളെ ഈ ടിഫിനൊന്നും അവന് കൊടുത്തേക്ക്, അവന് പനിയാന്നല്ല പറഞ്ഞത്, ചിലപ്പോൾ ഒന്ന് പോലൊന്നും ഉണ്ടാവില്ല, അതാവൊന്ന് കൊടുത്തേക്കെന്ന് പറയും. അപ്പോൾ അവളൊന്നും മിണ്ടിയില്ല കേട്ടോ. അങ്ങനെ അവൾ ബാഗ് എടുത്ത് പോണ വഴിക്ക് അവൾ ഈ ടിഫിൻ എടുക്കും. അപ്പോൾ ചെറുമയായിരിക്കും മഞ്ച് കണ്ടാഞ്ഞിപ്പോൾ അന്ന് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഈ അമ്മ കൊടുത്തില്ല കേട്ടോ. മോൾക്ക് ഇഷ്ടമല്ലല്ലോ വിചാരിച്ചിട്ട് നമ്മളെ കണ്ടാൽ കൂടിയതൊക്കെ. അപ്പോൾ അവൾക്ക് അറിയിട്ടാണ് അവൻ്റെ സ്വഭാവം. നല്ലൊരു ചെക്കനാണ്, നല്ലൊരു സ്വഭാവമുള്ള മോനാണ്, നമ്മളെ മക്കളെ പോലത്തെ ഒരു കുട്ടിയാണ്. അതിമക്ക് ആൺകുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇവളെന്തെങ്കിലും ഇപ്പോൾ ഒന്ന് വിചാരിച്ചാലും വീട്ടിൽ നിന്ന് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ അമ്മ അതിനെപ്പറ്റി കുറച്ച് തോനെ പറയണ്ടേ ഇതിൽ. അപ്പോൾ ജിഷ ബാഗ് അപ്പോൾ ഒക്കെ സമാധാനമായി. ആവും ചെറിയമ്മ കൊടുക്കണ്ടല്ലോ എന്ന് സമാധാനം തോന്നി. ഇനിയിപ്പോൾ വിവരം അറിയാം, പനിയൊക്കെ മാറി എന്താണ് അവസ്ഥ എന്നൊക്കെ. അങ്ങനെ ജിഷ പോകാൻ വേണ്ടി ബാഗ് കൊടുത്തപ്പോൾ അവൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നും അറിയില്ല, അവൾ നേരെ കോളേജിലേക്ക് പോവില്ലേ, ചോദിക്കാനൊന്നും പറ്റൂലല്ലോ, ഫോണൊന്നുമില്ലല്ലോ അന്നൊന്നും. അങ്ങനെ നെഞ്ഞ് കയറണം എന്താണെന്നാവോ. നമുക്ക് ഷോർട്ട് ബ്രേക്ക് എടുത്ത് രാത്രി പറഞ്ഞാലോ വേണ്ടെന്ന് ഇപ്പം തന്നെ പറഞ്ഞു തീർത്താളാം. അങ്ങനെ പിന്നെ ഇവൾ ടിഫിനും കൊണ്ട് കോളേജിലേക്ക് പോയി. അങ്ങനെ അവൾ ചാരടിയിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്.
എപ്പോഴെങ്കിലും ഒന്ന് പുറത്തേക്ക് വന്നാൽ മനുഷ്യന് മാറി എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുമല്ലോ. അതിപ്പോൾ എന്തുകൊണ്ട് വന്നേ, ഇവളെ പ്രവൃത്തി കൊണ്ട് വന്നതാണോ എന്നൊക്കെ ഉള്ളൊരു വേവലാതി കണ്ട്. അപ്പോൾ അവിടെ ഇച്ചിരി ചെറിയൊരു സ്പാർക്ക് അടിച്ച്, ചെറുതല്ല നന്നായിട്ട് അടിച്ചു പോയി, ഒന്നും പറയണ്ട. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇവളിങ്ങനെ എന്തൊക്കെയോ ആലോചിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ അവിടെ ജിഷ പിന്നെ ഇടവഴിയിൽ നിന്ന് വിളിക്കണേ, ചേച്ചി വലിയൊരു പറമ്പാ താന്നും കൊണ്ട് ഇടവഴി. അന്നത്തെ ഇടവഴിയൊക്കെ താന്നിട്ടാണ്, ഇപ്പോൾ ഇടവഴി വന്നിട്ട് നമ്മളെ വീട് താന്നിട്ടാണ് ഞങ്ങളവിടേക്ക്. അങ്ങനെ അവളെന്താക്കി, അപ്പോൾ ഓടിച്ചല്ലോ വിവരം അറിയാമെന്നുള്ളതിൽ. അപ്പോൾ എൻ്റെ പിന്നെ ഇത് വേണ്ട പറഞ്ഞു ചേട്ടന്, പിന്നെ വേണ്ട അങ്ങ് വീട്ടിലേക്ക് കൊടുത്തേക്ക്, ഒന്നും കഴിക്കാൻ വയ്യ വേണ്ടാന്ന് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് തീരെ വയ്യ അമ്മനോടൊന്ന് പോയി വെക്കാൻ പറയും, ചോറ് വെന്താ ഇത്തിരി കഞ്ഞി കൊടുത്തേക്കാൻ പറയും, തീരെ വയ്യാത്തൊന്നും നീച്ചിട്ടൊന്നുമില്ല വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ മൂടിപ്പച്ച് കിടക്കുകയാണെന്ന് പറയും. അപ്പോൾ ഓള് കോളേജിൽ പോകും. അപ്പോൾ അതവിടെ കൊണ്ടുവന്നിട്ട് പറയും, ചെറിയമ്മ കഞ്ഞി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും വേണ്ടല്ലോ തീരെ വയ്യാന്ന് പറയും. ആണോ, അയ്യോ പാവായിപ്പോയിട്ടോ എന്ന് പറഞ്ഞ്. എന്നാലും നല്ല ഡോക്ടറെ അടുത്തൊക്കെ പോയിക്കണമല്ലോ, മരുന്നൊക്കെ കഴിച്ചാൽ മാറിയിരിക്കും. സൗണ്ട് പറയട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കില്ലേ, ഇവിടെ ഇരുന്ന് പറയുമ്പോഴേക്കൊരു ഞാൻ കഥ എഴുതിയൊരു സമാധാനം എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ രാത്രി പാതിരയ്ക്കായിരുന്നു എഴുതാം. അന്ന് ഞങ്ങളെ വീട്ടിൽ ലൈറ്റില്ല കേട്ടോ, നമ്മൾ വിളക്ക് വെച്ചിട്ടാണ് എഴുതിയത്. എന്നിട്ട് രാത്രി ആയാലും അച്ഛനറിയാം വിളക്ക് വെച്ചിട്ട് ഞാൻ എഴുതിയേക്കില്ലെങ്കിൽ ചിത്രം വരയ്ക്കും. പിന്നെ കുറേ കഴിഞ്ഞ അച്ഛൻ പറയും, മോളെ കിടന്നോ, ഇപ്പോൾ കിടക്കച്ചാന്ന് പറയും. അങ്ങനെ നമ്മൾ എഴുതിയിട്ട് ഇങ്ങനെ മടുപ്പ് വരും, അപ്പടി പിന്നെ അതവിടെ എടുത്തേക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എന്തേ പറഞ്ഞുകൊണ്ടുവന്ന് മറന്ന്, കഞ്ഞി കൊടുക്കാൻ പറഞ്ഞിരിക്കണേന്ന് പറയും. അപ്പോൾ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയമ്മ തിരക്കിട്ട് ഞാൻ ബുക്കൊന്നും നോക്കിയില്ല കേട്ടോ, തുമ്മാൻ പോയതാ. എന്താ അറിയില്ല, ഇത്രയും പറഞ്ഞത് ബുക്ക് നോക്കേണ്ടി വന്നില്ല. ഞാനൊരു 2 പ്രാവശ്യം വായിച്ചു, അപ്പോൾ ഓർമ്മയിലൊന്നും നോക്കൂലെന്ന്. അങ്ങനെ ചെറുപ്പം വേഗം ചോറൊക്കെ വെക്കാൻ നോക്കി, സമയമാവുന്നുള്ളൂ, എന്നാലും അവന് കഞ്ഞി കൊടുക്കാച്ച് ചോറൊക്കെ വെക്കാൻ നോക്കി. അടുപ്പ് വിറകൊക്കെ കൂട്ടി അങ്ങനെയൊക്കെയാണ് അവർ ചോറ് വെക്കുക. അങ്ങനെ ഇവിടെ മീൻകാരം വന്നപ്പോൾ ചെറുമറി മോളെ ഇച്ചിരി മീൻ മേടിച്ചോന്ന് പറഞ്ഞിട്ട് ആ പാട്ടയിൽ എൻ്റെ പൈസ പറഞ്ഞിട്ട് അവൾ ആ പാട്ടയിൽ നിന്ന് 5 ഉറുപ്പ്യ, അന്ന് 2 ഉറുപ്പ്യക്ക് 1 ഉറുപ്പ്യക്കൊക്കെ മീൻ കിട്ടും കേട്ടോ, 50 പൈസയ്ക്ക് വരെ മീൻ കിട്ടും. അന്നത്തെ കാലം 5 ഉറുപ്പ്യക്കൊക്കെ നല്ല പൈസ ഉള്ളവരെ വാങ്ങുള്ളൂ. നമ്മളൊക്കെ 2 ഉറുപ്പ്യ വാങ്ങല്, 2 ഉറുപ്പ്യക്ക് 1 ഉറുപ്പ്യക്കൊക്കെ വാങ്ങും. 1 ഉറുപ്പ്യക്കൊക്കെ മത്തിക്ക് എത്രയാ കിട്ടുക. അങ്ങനെ പിന്നെ അവൾ മീൻകാരൻ്റെ അടുത്ത് ചെന്നിട്ട് മീൻ മേടിക്കും. അപ്പോൾ പിന്നെ എല്ലാവർക്കും മീൻ കൊടുത്തിട്ട് അയാൾ പറയും, ഇവർക്ക് മീൻ കൊടുത്തവർ പറയും, ആ പഹയനെ കാണില്ല മോളെ, പിന്നെ ഈ മീനൊന്ന് അവിടെ കൊടുക്കും. അപ്പോൾ എവിടെ അരിന്നറിയില്ലേ നമ്മളെ ലൈനിലുള്ള, എനിക്ക് അങ്ങോട്ട് പോകാൻ നേരമില്ല. പിന്നെ അയാൾ അങ്ങോട്ട് പോവില്ല, അയാൾ തിരക്കുള്ള മനുഷ്യനാണ്. അപ്പോൾ കഥൻ്റെ പോക്കാണ്. ആ ലൈനിലുള്ളവരൊക്കെ വന്ന് മീൻ വാങ്ങിക്കണം, ഒരയിൽ കൊടുത്താൽ പോരെ, ഒരയിലൊന്നും കൊടുത്തില്ല, നമ്മളെ കഥാനായകൻ്റെ കയ്യിൽ കൊടുത്ത്. അപ്പോൾ അവൾക്ക് പനിയാണെന്ന് പറഞ്ഞപ്പോൾ എന്തോ അറിയില്ല, അവൾക്ക് ചെന്നിട്ട് ഓളടുത്ത് കുറേ സോറി പറഞ്ഞല്ലേ, ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഒരു സോറി പറയണം എന്നോളെ മനസ്സിലുണ്ട്. അങ്ങനെ ഇവളറിയും ആ കൊടുക്കാറിയും. അങ്ങനെ ഇവളെ കയ്യിൽ കുറച്ച് ചെമ്മീൻ കൊടുക്കും. അപ്പോൾ 2 പൊതിയായിട്ട് ഇവൾ നേരെ വീട്ടിലേക്ക് പോകും. അവിടെ കൊണ്ടുകൊടുത്തില്ല, വീട്ടിൽ പോയിട്ട് ചെറിയമ്മക്കും ഇവളെ മീൻ കൊടുത്തിട്ട് പറയും, അമ്മേ ചെറിയമ്മേ ഈ മീൻകാരൻ പറഞ്ഞ് പിന്നെ ആ ഹരിക്ക് കൊടുക്കാൻ പറഞ്ഞ്, ഹരി ഇന്ന് മീനൊന്നും വാങ്ങാം. അവന് പനിയല്ലേ, അവനെങ്ങനെ മീൻ വാങ്ങാനാ വരാനാണ്. പറയും അവിടെ വെച്ചേക്ക് മോളെ, തിരക്കിട്ട പണിയിലാണ്, ആ പിള്ളേരെ ആരെയും കണ്ടാൽ അങ്ങോട്ട് കൊടുത്തേക്കാൻ പറയാം, വേണമെങ്കിൽ അവൻ വെച്ചോളില്ലേ ഒരുക്ക് അങ്ങോട്ട് കൊടുത്തേക്കും, അല്ല അതിലുള്ളവർക്ക് കൊടുത്തു നോക്കും, അവിടെ വെച്ചേക്കാം, പിള്ളേരെ കണ്ടാൽ കൊടുക്കാറ്, അല്ല അതിലുള്ള പിള്ളേരെ ആരെയും കണ്ടാൽ കൊടുത്തേക്കാന്നറിയാം. അപ്പോൾ ചെറുപ്പം എന്നാൽ ഞാൻ പിള്ളേരെ കയ്യിൽ കൊടുത്തേക്കാം അറിയാം. അവൾ കൊടുക്കുമോ? ഞാൻ കൊടുക്കാം, അവർ അവിടെ ഉണ്ട്, സ്കൂളിലൊക്കെ പോവാൻ നിൽക്കുകയാണ് തോന്നുന്നു, അവരെ വിളിച്ച് കൊടുത്തേക്കാറ്. അപ്പം ചെറിയമ്മ പണിയിലല്ലേ വെച്ചിട്ടാണ്. പക്ഷെ ഓക്കതല്ല, ഓനിന്ന് കാണണം എന്നുള്ള മനസ്സ് വന്നു.
പെണ്ണ്. അപ്പോൾ അവളെ പുകഴ്ത്തിയപ്പത്തിന് അവൾ വീണു. അപ്പോൾ ഇതിന് മുമ്പ് ആരും അവളെ പുകഴ്ത്തില്ല. അവളതിനെ ആ പുകഴ്ത്തിയതൊന്നും വായിച്ചിട്ടുമില്ല, ആരുടെ അടുത്തൊന്നും വാങ്ങിയിട്ടുമില്ല. ആ സംഭവങ്ങൾ അതൊക്കെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും അല്ലേ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇവൾ മീനായിട്ട് ഇങ്ങനെ ചെല്ലാണ്. അപ്പോൾ ഒക്കെ കാച്ചിയതൊക്കെ തൊട്ട ചായമ്മ ആ മോളെന്താ അവിടെ? അവളെ കണ്ടപ്പോൾ ഭയങ്കര ബഹുമാനം. അവൾ നല്ല പണക്കാരൻ്റെ മോളാണെന്നൊക്കെ അറിയാം. പക്ഷെ അവളെ കണ്ട ആരും ബഹുമാനിക്കുക, അത്രയും നല്ലൊരു കുലീനത്തുള്ള കുട്ടിയാണ്. മോളെന്താ ഇവിടെ? പറയാം ഒന്നുമില്ല, ഈ മീനൊന്ന് അവിടെ അരിക്ക് മോളിങ്ങനെ തന്നേക്ക്, ഞാൻ കൊടുത്തേക്കാറ്. അവിടെ പടിവലും ഗേറ്റിൻ്റെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവളറിയാം അല്ല അവർക്ക് പനിയാണെന്ന് പറഞ്ഞു, ഒന്ന് കാണും ചെയ്യാച്ച്. ആണോ? മോക്ക് വന്ന് വയ്യാണ്ടായിട്ട് മോളെ എടുത്ത് പൊക്കി അവിടെയൊക്കെ കൊണ്ടുപോയൊക്കെ ഇതാക്കിയത് അവൻ തന്നെയാണ്. അപ്പോൾ അറിയാം അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയാം. അങ്ങനെ കള്ളത്തരൊക്കെ പറഞ്ഞ് അവിടെ ചെന്നാൽ വാതിലൊക്കെ മലക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ആൾ പല്ലൊക്കെ തേച്ച് കിടന്നതൊട്ടായിരിക്കും എന്ന് പറയാം. അപ്പോൾ പൊട്ടച്ച് മൂടി ഒരാൾ കിടക്കണം. അപ്പോൾ അവനല്ലാണ്ട് വേറെ ആരും കിടക്കില്ല. അപ്പോൾ അവിടെ ആ റൂമിൻ്റെ വാതിൽക്കിൽ നിന്നിട്ട് ചുമയില്ലാതെ ചുമയ്ക്കും. അപ്പോൾ ഈ ഒച്ച ഇട്ടിട്ട് അവൻ പുതപ്പ് ഇങ്ങനെ പൊന്തിച്ച് ആരാ ചുമയില്ലാതെ ശബ്ദം താത്തിയൊരു ചുമ ഉണ്ടാക്കി വരുത്തി കുരയ്ക്കണേ ചെന്ന് നോക്കും. നോക്കിയ പാടന്നെ മനുഷ്യ അവൻ്റെ മനസ്സിൽ ഒരു പിടി പൂക്കൾ അങ്ങോട്ട് വാരിട്ട പോലെ ഇപ്പോൾ ഓളെ കണ്ടപ്പോൾ ഓളെ ഒരിക്കലും അവിടെ പ്രതീക്ഷിച്ചില്ല. ഓളെ ക്യാരക്ടർ വെച്ച് അങ്ങോട്ട് വരൂല. അപ്പോൾ വേഗം പുതപ്പ് മാറ്റി എങ്ങനെയോ കൈയൊക്കെ ഊന്നി നീക്കുക, പാടുപെട്ട് നിൽക്കും. എന്താ മഞ്ജു? അപ്പോൾ ഒന്നുമില്ല, ആ മീൻകാരൻ ഈ മീൻ ഇവിടെ തരാൻ പറഞ്ഞ്. അപ്പോൾ പറയുമോ ഓ അതാ വന്നല്ലേ, ഞാൻ ചേച്ചിക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് വന്നതായിരിക്കും. അപ്പോൾ അതിനൊന്നും മിണ്ടിയില്ല കേട്ടോ. എന്തിനാ മനുഷ്യക്ക് മീൻ? എനിക്ക് തീരെ വൈകി നീച്ച് നിൽക്കാൻ വയ്യ, ഞാൻ എങ്ങനെ വെക്കാനാണ് ആ മീനൊക്കെ? അപ്പോഴേക്ക് ഞാൻ വെച്ച് തരട്ടേന്ന്. അവൻ്റെ മനസ്സിലേക്ക് 1000 പൂത്തിരി കത്തിയ സന്തോഷം ഉണ്ടായത്. കണ്ണിൽ 1000 പൂത്തിരി കത്തി അവന്. 1000 ഒന്നിച്ച് 1000 പൂത്തിരി കത്തണമെന്ന് ആലോചിക്കും. ഇവിടെ ചകട് കത്തി എത്ര തന്നെ. നമുക്ക് വൈകുന്നേരം പറഞ്ഞല്ലോ വേണ്ട മീമിച്ചാളാ, എനിക്കും പറഞ്ഞ് നല്ല ഇൻട്രസ്റ്റ് ആയിപ്പോയി. അങ്ങനെ ഓൻ പറയും മഞ്ജു വെക്കോ? അപ്പോൾ ഞാനങ്ങനെ വെക്കാറൊന്നുമില്ല. ഓൾക്കെങ്ങനെ ഹോസ്റ്റലിലെ ഫുഡ്, പിന്നെ ഓളെ വീട്ടിൽ ചെന്ന് ഓക്ക് വേലക്കാരുണ്ടാവും വെച്ച് കൊടുക്കാനൊക്കെ. അങ്ങനെ ഓളങ്ങനെയൊന്നും വെക്കല്ലേ. മഞ്ജു ഇതുവരെ വെച്ചില്ലേ? ഇല്ല, ഉണ്ടാക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. മഞ്ജു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കും, ഇല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട. അപ്പോൾ ശരി ഞാൻ വെച്ചിട്ട് തരാം, ഞാൻ ചെറിയമ്മൻ്റെ അടുത്ത് കഞ്ഞിയും ഇതും കൊടുത്തയക്കാം, ചെറിയമ്മ കൊണ്ടുതരും കേട്ടോ. അപ്പോൾ ഒന്നും വേണ്ട, ചെറിയമ്മ ആയാലും വേണ്ടിയില്ല, ആരായാലും വേണ്ടിയില്ല, അത്ര പറഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവൻ്റെ പനിയെ അവന് ഇട്ട് പറയുവാൻ. അങ്ങനെ അവൾ വീട്ടിൽ ചെന്ന് പിന്നെ ചെറിയമ്മ അരിക്ക് തീരെ വയ്യ, പിന്നെ ഇത് വെക്കാനൊന്നും വയ്യ, വെച്ച് തന്നാൽ കൂട്ടാന്ന് പറഞ്ഞ്. ആണോ? മോള് കണ്ടോ? മോൾ അങ്ങോട്ട് പോയോ? ആ ചെറിയമ്മേ പനി ഇമ്പളെ വീട്ടിൽ എപ്പോഴും വരുന്ന ആളല്ലേ, ഒരു പനി പിടിച്ച് തീരെ അവശ നില കിടക്കുകയാണ്. അപ്പോൾ ഞാനൊന്നും കയറി കണ്ട. ആ നന്നായി മോളെ, അത്രയും നല്ലൊരു കുട്ടിയാണ്. ചെറിയമ്മക്ക് ഭയങ്കര സന്തോഷമായി. ഒരു കൂട്ടായ്മ, ചെറിയമ്മൻ്റെ കൂട്ടാണല്ലോ. പിന്നെ ചെറിയമ്മക്ക് ഇപ്പം വരുമ്പോൾ തന്നെ ഒരു വിഷമം, എൻ്റെ മോക്ക് ഇഷ്ടമല്ലേ എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ ഓക്ക് ഇഷ്ടമായപ്പോൾ പിന്നെ സമാധാനമായി. നന്നായി മോളെ എന്ന് പറയാം. അങ്ങനെ അവള് പിന്നെ ചെറിയമ്മ വേഗം ചെമ്മീനൊക്കെ പൊളിക്കുമ്പോഴത്തേന് ഇതെങ്ങനെയാണ് വെക്കുക ചെറിയമ്മ, എനിക്ക് ഇതൊക്കെ ഒന്ന് വെച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയും. അയ്യോ മോളൊന്നും വെക്കണം. അല്ല ചെറിയമ്മേ, ഇതൊക്കെ നമ്മൾ വെച്ച് പഠിക്കേണ്ട, ഒരു നേരം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാറില്ല, നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ട. അതൊക്കെ വേണം മോളെ, പെൺകുട്ടികൾ അതൊക്കെ ചെയ്യണം. ഞാൻ ജിഷനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കലുണ്ട്, ഒക്കെ ലീവാകുമ്പോൾ മാത്രം എന്ന് പറയും. അപ്പോൾ പറയും ഇച്ചിരി തക്കാളിയും ഉള്ളി ഇതൊക്കെ അരിഞ്ഞോളെ പറയാം. അങ്ങനെ ഓൾ അതൊക്കെ ഉള്ളി അരിഞ്ഞിട്ട് കൂടെ വെള്ളം വന്നിട്ട് വയ്യൊക്കെ വെള്ളം കൊണ്ട് കണ്ണൊന്നും കാണില്ല ഉള്ളി അരിഞ്ഞിട്ട്. അങ്ങനെ
പിന്നെ എല്ലാം ഒക്കെ ചെറിയമ്മ പറഞ്ഞു കൊടുത്തോളൂ. അതൊക്കെ ചെയ്ത് അടുപ്പത്ത് വെച്ച് പറയും മുളക് ഇട്ടിട്ട് ഒറ്റിച്ച് വെച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ അത് നല്ല ഫ്രൈ മാതിരി വെച്ച് ചെറിയമ്മൻ്റെ ഒരു കൈയും കൂടി ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ വെച്ച് അങ്ങനെ കഞ്ഞിക്കായി ചെറിയമ്മ ഒന്നായിട്ട് ആ പാത്രത്തിൽ. മോൾക്ക് വേണ്ട കറി മോള് വെച്ചല്ലേ, മോൾക്ക് ഇഷ്ടമല്ലത്, എനിക്ക് വേണ്ട ചെറിയമ്മ അങ്ങോട്ട് അല്ല എന്നാലും മോള് വെച്ച് ഇത്തിരി ടേസ്റ്റ് നോക്കാലോ പറഞ്ഞാൽ ലേശം അവിടെ എടുത്തേക്കും. അപ്പം നല്ല രസമൊക്കെ ഉണ്ട്. ഇത്തിരി പച്ച വെളിച്ചെണ്ണയൊക്കെ പാരാൻ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് നോക്കും തോന്നി. അങ്ങനെ ചെറിയമ്മ കൊണ്ട് കൊടുത്ത് തിരിച്ച് വന്നിട്ട് പിന്നെ കുറച്ച് നേരം പിടിച്ച് ചെറിയമ്മ വരാം. അപ്പോൾ ഇതെന്താ ചെറിയമ്മ വരാത്തത്, എന്താ ചെറിയമ്മ വരാത്തത്? നമ്മളെ മനസ്സിൽ ലഡു പൊട്ടി കുത്തിരിക്കുകയാണ്. ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ തോന്നിക്കുകയാണ്. അപ്പോൾ പിന്നെ ചെറിയമ്മ പറയണേ വന്നിട്ട്, മോളെ ഇനി നമുക്ക് ചോറ് കഴിക്കുക. അപ്പോൾ അറിയാം നമുക്ക് ചോറ് വേണമെന്നൊന്നുമില്ല, അവിടുത്തെ വിവരമൊന്നും അറിഞ്ഞാൽ മതി, കഞ്ഞി കഴിച്ചോ കറി കഴിച്ചോ എന്തേ പറഞ്ഞോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇവർ ചോറൊക്കെ വിളമ്പി കഴിക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ കറി എങ്ങനെ മോളെ രസമുണ്ടോ? രസം ചെറിയമ്മയും കുട്ടിയാണ് നല്ല രസമുണ്ടോ? പറയാം മോളെ അരി കഞ്ഞി കുടിക്കുമ്പോൾ ചെമ്മീൻ്റെ കറി എടുത്തിട്ട് ചോദിക്കുകയല്ലേ ഇത്തിരി കൂട്ടിക്കിട്ട്, അമ്മ വെച്ചതാ നല്ല രസമുണ്ടല്ലോ കറി, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട് പറഞ്ഞു. ഞാൻ എൻ്റെ മോള് വെച്ചത് ആദ്യമായിട്ട് വെച്ചതാണ്. അപ്പോൾ മോള് ചോദിക്കാം നല്ല സാമർഥ്യമുണ്ട് അല്ലേ, അമ്മയല്ലാണ്ട് ഇവിടെ ആരാ വെക്കുക? അപ്പം ഞാൻ തന്നെ വെച്ചതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. നല്ല രസമുണ്ട്, രസമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് പിന്നെ ഒരു കൂട്ടിക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ വായിച്ചിട്ടുള്ളൂ, ബാക്കി നാളെ പറയാം കേട്ടോ. ബാക്കി ഇഷ്ടപ്പെട്ട എൻ്റെ കഥ ഇഷ്ടപ്പെടുന്നേ. ചേച്ചാ ലവ് യു. ചക്കരമ്മ പഞ്ചാരമ്മ എന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നൈറ്റിലൊന്നും കഥ പറയണില്ല. തോന്നിയ ഒരു വരിയും കൂടി പറയും. ഇല്ല ഇനി ഇത്രേ അത് മതി, തോന്നിയായി. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ഗുഡ് നൈറ്റ് പറയട്ടെ. ഇപ്പം ഈ വീഡിയോയിൽ ഈ പകല് രാത്രിത്തേക്കുള്ള ഗുഡ് നൈറ്റ് ഞാൻ ഇപ്പോഴേ പറഞ്ഞാലോ. ഞാൻ രാത്രി 1 മണിക്ക് എൻ്റെ വീഡിയോ അപ്ലോഡാക്കുക. എനിക്കപ്പോഴേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് ഇതിന്ന് ഇങ്ങനെ യൂട്യൂബൊക്കെ കാണാം. എൻ്റെ വീഡിയോ അപ്ലോഡാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഞാൻ പൊട്ടത്തിൻ്റെ അരി കുത്തിരിക്കേണ്ടി വരും. ഞാൻ TV ഒന്നും കാണില്ല. നമ്മളെ യൂട്യൂബ് തന്നെ നമ്മളെ ശരണം. നമസ്കാരം യൂട്യൂബ്. അപ്പം ചാച്ചാ ലവ് യു. സുന്ദരിയേവാ വെണ്ണിലവേവാ ജീവതാളമേ പ്രണയിനി. ഇതൊന്നല്ല കേട്ടോ അവൻ പാടിയത്, ഈ പാട്ടൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ നിർത്തട്ടെ. ഗുഡ് നൈറ്റ് പറഞ്ഞില്ല, ഗുഡ് നൈറ്റ് പറയാൻ തോന്നിയാൽ പറയും. നമ്മളെ കണ്ണാടി ഇന്ന് നമുക്ക് വേണ്ടി വന്നില്ല. എന്താ അറിയാം, നമ്മൾ വായിച്ചതെല്ലാം നമ്മളെ മെമ്മറിയിൽ വന്ന് നമുക്ക് ബോധോദയുണ്ടായി. ഇനി ബാക്കി ഭാഗം ഞാൻ അത് വായിക്കും. എന്നിട്ട് ഒരു 2-3 പ്രാവശ്യം കൂടി വായിക്കും. അപ്പം നമുക്ക് ഒരു പേജിൽ ഒരു വരി പോലും വിടാണ്ട് നമുക്ക് വായിക്കാൻ പറ്റും, പറയാൻ പറ്റും. ഞാൻ ഈ കഥ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ.